തന്നെ പറയാം, നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അടിയുന്ന ട്രിപ്പ് എടുക്കാൻ പോകാൻ എത്ര സമയമുണ്ടെന്ന് നോക്കുക, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കുക. നമുക്ക് മാക്സിമം നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാല് 400 രൂപയ്ക്ക് 1 മണിക്കൂറുള്ള ട്രിപ്പുകൾ നോക്കിയെടുക്കുക. 1.5 മണിക്കൂർ 400 ട്രിപ്പ് ഒന്നും എടുക്കാതിരിക്കുക. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമയം കൂടും, നമുക്ക് CNG നഷ്ടമായിരിക്കും. പിന്നെ അത് AC ട്രിപ്പ് ആണെങ്കിൽ അത്രയും സമയം 1 മണിക്കൂർ, സാധാരണ കണക്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ട്രിപ്പാണ് 1 മണിക്കൂർ എടുക്കുന്നത്. അതിനാണ് നമുക്ക് വാടക കൂടുതൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ 1.5 മണിക്കൂർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് 1.25 മണിക്കൂർ 2 മണിക്കൂറിനോട് അടുപ്പിച്ച് വരും 400 രൂപയ്ക്ക്. അത്രയും സമയം നമ്മൾ AC ഓണാക്കി ഇടുകയും വണ്ടി റണ്ണിങ്ങിലിരിക്കും. വണ്ടിക്കകത്ത് ഇരിക്കുന്ന കസ്റ്റമറിന് ലാഭം തന്നെയാണ്. സമയം താമസിച്ചാലും തണുപ്പത്ത് AC-യിൽ 2 മണിക്കൂർ ഇരുന്ന് പോകാൻ 400 രൂപ ചെലവുള്ളൂ. അവർക്ക് അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ട്രിപ്പുകൾ മാക്സിമം ഒഴിവാക്കുക. കാര്യം 400 അല്ലേ, അത് പോട്ടെ എന്ന് വെക്കുക, അടുത്ത ട്രിപ്പ് എടുക്കുക. അതായത് സമയം കുറഞ്ഞതും 1 മണിക്കൂറിനുള്ള 400, 1/2 മണിക്കൂറിനുള്ളിൽ 200, 200ന് മുകളിലോട്ടുള്ളതും 1 മണിക്കൂറിനകത്ത് വരുന്നതിൽ 400-നുള്ള ട്രിപ്പുകൾ നോക്കിയെടുക്കുക. പിന്നെ പിക്കപ്പിന് അധിക സമയമുള്ളത് പിക്കപ്പ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ അങ്ങനത്തെ ട്രിപ്പ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നല്ല ബ്ലോക്കിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഉള്ളെങ്കിൽ, പിന്നെ ദൂരമാണ് കസ്റ്റമർ ഉള്ളത്, ദൂര സ്ഥലത്താണെങ്കിൽ അങ്ങനത്തെ ട്രിപ്പ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് പിക്ക് ചെയ്ത് ആളെ എടുക്കാൻ വേണ്ടി പോകുന്ന വഴി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ ക്യാൻസൽ ആക്കും. അങ്ങനെ ക്യാൻസൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. കാര്യം 3 മിനിറ്റ് എങ്കിലും, ഊബറിന്റെ കണക്ക് പ്രകാരം 3 മിനിറ്റ് എങ്കിലും ആയിരിക്കണം ക്യാൻസൽ ആക്കാൻ. അതിനുശേഷം 3 മിനിറ്റിന് ശേഷം ക്യാൻസൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഓടിയതിന്റെ പൈസ, എന്നുവെച്ചാൽ നമ്മൾ അവിടം വരെ ഓടിയതിന്റെ പൈസ നമുക്ക് എന്ത് ചെയ്ത് കയറുള്ളൂ. കാര്യം അവർ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ക്യാൻസൽ ആക്കിയാലും നമുക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ട്രിപ്പുകൾ എടുക്കാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കുള്ള സമയത്തുള്ള കാര്യം പറഞ്ഞു, രാത്രി കാലങ്ങളിലാണെങ്കിൽ മാക്സിമം അത്യാവശ്യം എല്ലാ ട്രിപ്പും എടുക്കുക. കാര്യം അധികം ദൂരവും വാടക കുറവാണെങ്കിൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ചെറിയ ട്രിപ്പുകൾ 1/2 മണിക്കൂർ കൊണ്ട് തീരുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ ട്രിപ്പുകൾ എടുക്കുകയാണെങ്കിൽ ട്രിപ്പുകളുടെ എണ്ണവും കൂടും, അത്യാവശ്യം വേഗം പൈസയാവും, ബ്ലോക്ക് ഇല്ലാണ്ട് നമുക്ക് വേഗം പൈസ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അധികം രാത്രി കാലങ്ങളിലൊന്നും അത് AC ഇടേണ്ട ആവശ്യം വരില്ല. AC ഇട്ടാൽ തന്നെ ഓഫാക്കാൻ വേണ്ടി പറയും, നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ അതേ കാലാവസ്ഥയാണ് ബാംഗ്ലൂരിൽ. പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ CNG പമ്പിനെ കുറിച്ചാണ്. CNG പമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ നവഗാട്ടി എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ അത് എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ അടുത്ത് എവിടെയാണോ, ഏറ്റവും അടുത്ത് എവിടെയാണോ പമ്പ് ഉള്ളത് എന്ന് നോക്കി ആ പമ്പിൽ പോയി CNG അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോകുന്ന പമ്പിൽ റേറ്റിംഗും കൂടെ ചെക്ക് ചെയ്യാം. കാര്യം പ്രഷർ ഇല്ല, കസ്റ്റമർ നമ്മളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നല്ല റേറ്റിംഗ് ഉള്ള പമ്പിൽ പ്രഷർ കൂടുതലുണ്ടാവും. ഒരു കുറഞ്ഞ ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം മൈലേജ് അധികം കിട്ടും. പ്രഷർ കുറഞ്ഞ പമ്പിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതേ പൈസ നമ്മൾ അവിടുന്ന് 600 രൂപയ്ക്കാണ് CNG അടിച്ചെങ്കിൽ നല്ല മൈലേജ് ഉള്ള സ്ഥലത്ത് നിന്ന് 600 രൂപയ്ക്ക് അടിച്ച് നമുക്ക് നല്ലോണം ഓടാൻ പറ്റിയ അതേ പമ്പിന്ന് ഇപ്പുറത്തും അതേപോലത്തെ വേറൊരു പമ്പിൽ പ്രഷർ കുറഞ്ഞ പമ്പിൽ പോയി 600 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 3000 രൂപയ്ക്ക് ഓടിക്കുണ്ടെങ്കിൽ ഇവിടെ ഒരു 1700 രൂപയ്ക്ക് ഓടാൻ പറ്റും. പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് 1700, പ്രഷർ കൂടിയ സ്ഥലത്ത് 3000, 3300 ഓടാൻ സാധിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രഷർ കുറഞ്ഞ സ്ഥലത്തുനിന്ന് അടിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അവിടുന്ന് കുറഞ്ഞ പൈസക്ക് ഒരു 300-നോ 400-നകത്ത് വരുന്ന 300 രൂപയ്ക്കായിട്ട് അടിച്ചിട്ട് അവിടുന്ന് വേഗം ഒഴിവാവുക. ഉള്ള CNG കൊണ്ട് 2-3 ട്രിപ്പ് എടുത്തതിന് ശേഷം വേറെ എവിടെന്നെങ്കിലും അടിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് 40 രൂപ നഷ്ടമേ വരുള്ളൂ. നമ്മൾ CNG അടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ വ്യത്യാസം വരും. അത്ര പൈസയാണ് അധികം വരിക. 40-100 നമ്മളെ കയ്യിൽ നിന്ന് അധികം പോവായിരിക്കും. അത് സാരമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം അടുത്ത പ്രഷറുള്ള സ്ഥലത്ത് നമുക്ക് അടിക്കാമല്ലോ. അപ്പോൾ അതാണ് CNG കുറിച്ചും പ്രഷറുള്ള പമ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷനെ കുറിച്ചും പറഞ്ഞത്. ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്തിടാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പറയാനുള്ളത് എയർപോർട്ടിലത്തെ കാര്യമാണ്. എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്നതിന് അതിന് മെയിനായിട്ട് പറയാനുള്ളത് അവിടുത്തെ എയർപോർട്ടിലത്തെ ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഊബർ ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ വാഹനം ബുക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഓടുന്ന ഈ വണ്ടി ബുക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എയർപോർട്ട് ടെർമിനൽ 1 എന്ന് അടിക്കുക. അതിനുശേഷം നമ്മൾക്ക് പോകേണ്ട ഒരു 50 കിലോമീറ്റർ, നമ്മൾ നേരത്തെ നമ്മളെ ലൊക്കേഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കണം, എത്ര കിലോമീറ്റർ ആണ് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കണം. അപ്പൊ അത് നമ്മൾ അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 കിലോമീറ്ററിന് 1300 രൂപയാണ് കാണിക്കുന്നതെങ്കിൽ ടോൾ റോഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്, മെയിൻ ടോൾ റോഡിൽ കൂടെയാണ് പാസ് ചെയ്ത് പോവുക. 1300 രൂപയാണ് കാണിക്കുന്നെങ്കിൽ 300 രൂപ എയർപോർട്ടിലത്തെ കമ്മീഷൻ വരും. എയർപോർട്ടിലത്തെ കമ്മീഷൻ പൈസയും കഴിച്ച് പിന്നെ 120 രൂപ ടോളിന്റെയും വരും. അതും കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസയാണ് നമുക്കുണ്ടാവുക.
അപ്പോൾ അത്യാവശ്യം നല്ല വാടകയുള്ള സമയം നോക്കി മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ 950 രൂപയൊക്കെ കാണിക്കുള്ളൂ ചില സമയത്ത്. ആ സമയത്തൊന്നും ട്രിപ്പ് എടുക്കാതിരിക്കുക. 950 രൂപ അതിനകത്ത് കാണിക്കുന്ന പൈസ 950 രൂപ കാണിച്ചാൽ 300 രൂപ എയർപോർട്ടത്തെ പൈസയും 120 രൂപ ടോളിന്റെ പൈസയും കഴിഞ്ഞ് 1,500 രൂപന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ചിലപ്പോൾ അവര് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറച്ചൊക്കെ ഇരിക്കും. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടില്ല എന്ന് മാത്രം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഊബർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിടുക. അതിന്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഊബർ ആപ്ലിക്കേഷൻ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തേക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അതിനകത്തുനിന്ന് നേരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടോളിനെ കുറിച്ചാണ്. ടോളിനെ കുറിച്ചുള്ള കാര്യം പറയാന്, ടോള് നമ്മൾ ആകെ മിനിമം 150 രൂപയെങ്കിലും അക്കൗണ്ടിൽ വേണം. സാധാരണ 200 വേണമെന്നാണ് പറയാ. അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ 150 എപ്പോഴും കീപ്പ് ചെയ്യാറ്. അപ്പോൾ 200 ചെയ്യുന്നത്. അപ്പം 150 അക്കൗണ്ടിലുള്ളൂ, അല്ലെങ്കിൽ 150 കീപ്പ് ചെയ്യുന്നത്, 100 അക്കൗണ്ടിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ റീചാർജ് ചെയ്യാം? ടോളിൽ കയറി റീചാർജ് ചെയ്യാൻ നോക്കിയാൽ മിനിമം 100 രൂപയെങ്കിലും റീചാർജ് ചെയ്യണം. രാത്രി സമയത്തൊന്നും നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓൺലൈൻ ട്രിപ്പ് ഒക്കെ എടുത്തിട്ട് മാക്സിമം കിട്ടുന്ന ട്രിപ്പ് നമ്മൾ എടുക്കുകയാണല്ലോ. എയർപോർട്ടിൽ നിന്നൊക്കെ ട്രിപ്പ് എടുക്കുമ്പോൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ട്രിപ്പ് എടുക്കുമ്പോൾ ആ പൈസയൊക്കെ നേരെ കമ്പനി അക്കൗണ്ടിലേക്ക് ആയിരിക്കുമ്പോൾ ടോൾ ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കും ഓർമ്മ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോളിന്റെ സ്റ്റിക്കർ നമ്മളെ വണ്ടിയുടെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാവും, ഗ്ലാസിന്റെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അതിന്റെ ബേക്ക് വശത്ത് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ചെറിയൊരു സ്കാനർ ഉണ്ടാവും. ആ സ്കാനർ ഗൂഗിൾ പേ എടുത്തുകൊണ്ട് ആ സ്കാനർ ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് പൈസ പേ ചെയ്യാൻ സാധിക്കും. ടോളിന്റെ അതിനകത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പൈസ അതിനകത്ത് ആഡായിട്ടുണ്ടാവും. കറക്റ്റ് 150 ആണെങ്കിൽ 150, 200 ആണെങ്കിൽ 200, അതിൻ്റെ ഉള്ളിൽ ആ പൈസ ഉണ്ടാവും. അപ്പൊ അത് ഒരു ചെറിയൊരു ടിപ്പ് തന്നെയാണ്. പിന്നെ വേറെ അടുത്തെന്ന് പറയാനുള്ളത് എയർപോർട്ടിലത്തെ വേറൊരു കാര്യം കൂടെ മെയിനായിട്ട് പറയാനുള്ളത്, എയർപോർട്ടിൽ ഇപ്പൊ അവർ കാണിക്കുന്ന ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 12 മണി കഴിഞ്ഞ് ഒരു 1 മണി ആവുന്ന സമയത്ത് അതുവരെ നമുക്ക് അത്യാവശ്യം പണി ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ 12 മണി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വാടക 50 കിലോമീറ്ററിന് 1,700 രൂപ 1,800 രൂപയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓടിപ്പിടിച്ച് 1,800 രൂപ കിട്ടും. വണ്ടി 60 വണ്ടിയൊക്കെ അവിടെ ഉണ്ടാവും കാണിക്കും. നമ്മൾ ഓടി എന്ത് ചെയ്യും, നേരെ എയർപോർട്ടിനകത്തേക്ക് കയറും. ടെർമിനൽ 1 ടെർമിനൽ 2 ആയിരിക്കും നമുക്ക് അടിക്കാം. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറും. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. കാര്യം 2 സൈഡ് ലോക്കാണ്. ആളെ കയറ്റി OTP അടിച്ച് ഇതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഊബറിന്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പുറത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാണ്ട് ആളെ കയറ്റാൻ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ ID അവർ ബ്ലോക്ക് ആക്കും. പിന്നെ നമുക്ക് ഊബർ ഓടാനേ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് 1 മണിക്ക് ശേഷം 1,800, 2,500, 3,000 വരെ അതിനകത്ത് കാണിക്കും. കാണിച്ചിട്ട് നമ്മൾ ഓടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഉണ്ടാവില്ല. അതായത് ഫ്ലൈറ്റ് ആ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. അത് ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഊബറിന്റെ ആപ്ലിക്കേഷൻ എടുക്കുക, സെർച്ച് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ചെറിയ വലതു സൈഡിൽ തന്നെ താഴെ ചെറിയൊരു കമന്റ്, ഒരു ചെറിയൊരു ബാഗിന്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന ഫ്ലൈറ്റുകൾ ടൈം എഴുതി കാണിക്കും. ആ ഫ്ലൈറ്റ് നോക്കുക. ആ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടോ, ഒരു 12 മണി തൊട്ട് 2 മണി വരെ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്യും. 2:30-3 മണിക്ക് നമുക്ക് ട്രിപ്പ് കിട്ടുള്ളൂ. സാധാരണ എയർപോർട്ടിനകത്ത് 2 മണി കഴിഞ്ഞാൽ, രാത്രി 2 മണി കഴിഞ്ഞാൽ 2,000-3,000 ഒക്കെ വാടക കാണിച്ചിട്ടുണ്ടാവും. എത്ര മണി വരെ? 2 മണി വരെ. 2 മണി ഒറ്റ അടിക്ക് വാടക കുറയും. അത് പിന്നെ കിലോമീറ്ററിന് കിട്ടുന്നത് 9 രൂപ 8 രൂപ ആയിരിക്കും എയർപോർട്ടിൽ നിന്ന്. കിലോമീറ്ററിന് 9 രൂപ 8 രൂപ വെച്ചാൽ ഊബറിന് പൈസ പിന്നെ കിട്ടുള്ളൂ. അപ്പൊ അതും കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. 1 മണിക്ക് ശേഷം മാക്സിമം കയറാതിരിക്കാൻ ശ്രമിക്കുക. കയറണം എന്നുള്ള ഇതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, വണ്ടി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഏതെങ്കിലും വരാണ്ടോ നോക്കുക. ഒക്കെ നോക്കി ഉറപ്പാക്കി കൺഫേം ആക്കിയതിന് ശേഷം ഉള്ളിലോട്ട് കയറാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ കിട്ടുന്ന ട്രിപ്പ് എടുത്തിട്ട് പിന്നെ നമുക്ക് 9 രൂപ കിലോമീറ്റർ അല്ലെങ്കിൽ 8 രൂപ കിലോമീറ്റർ നമ്മൾ ഇറങ്ങി ഓടേണ്ടി വരും. അത് AC ഇട്ടിട്ടായിരിക്കും. ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം വണ്ടിക്കകത്ത് കയറുന്ന കസ്റ്റമർക്ക് തന്നെ മെസ്സേജ് വരും, നിങ്ങളെ ഡ്രൈവർ വണ്ടിക്കകത്ത് AC ഓണാക്കിയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ്, അവിടെ നിന്ന് തന്നെ അവർക്ക് ഇത് വരുന്ന ഫോണിനകത്ത് തന്നെ മെസ്സേജ് വരും. അപ്പൊ നമ്മളത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഓണാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്നുണ്ട് അത് അവർ എഴുതി വിടും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, മൈനസ് ആണ്. കാര്യം നമ്മളെ റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം വാടക കുറവാണ്. ഊബർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഡ്രൈവർമാർക്കല്ല, അത് എപ്പോഴും മനസ്സിലാക്കുക, കസ്റ്റമർക്കാണ്. കാര്യം ഡ്രൈവർ ഇപ്പം വരുന്ന ഇവിടെ ഉള്ള ആൾക്കാർ പോയാലും കുഴപ്പമില്ല, പുതുതായിട്ട് വേറെ ആൾക്കാർക്ക് ഒരു ഓഫർ കൊടുത്തിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് വലിയ പ്രയോറിറ്റി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ട്രിപ്പ് മാത്രം നമ്മൾ നോക്കിയെടുക്കുക. നമ്മുടെ ആവശ്യം നമ്മുടെ തന്നെയാണ്. ഊബർ ഒരിക്കലും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്ന ഡ്രൈവറിന് ഇത്ര രൂപ കൊടുക്കാം, അവൻ നല്ലൊരുത്തനാണ് എന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഇല്ല. എന്നും ഓട്ടോ എടുക്കുന്ന, വാടക കുറഞ്ഞ സമയത്ത് ഓട്ടോ എടുക്കുന്ന ഒരാളും കണ്ടിന്യൂ ആയിട്ട് എല്ലാ സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഓട്ടോ എടുക്കുന്ന ആൾക്ക് ഒരേ വാടക തന്നെയാണ്. ഒരേപോലെ തന്നെ ക്യൂ നിൽക്കണം. കാര്യം ഒരുപാട് ആൾക്കാരുണ്ടാവും എയർപോർട്ടിനകത്തേക്ക്, നമുക്ക് ട്രിപ്പ് അടിയേയില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാര്യം നമ്മൾ വാടകയുള്ള സമയത്ത് മാത്രം കയറി കഴിഞ്ഞാൽ ഇത് തന്നെ
വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഊബർ കാണുന്നത്. ഒരാൾ പ്രത്യേകിച്ച് നല്ലൊരാളായിട്ട് കാണുന്നില്ല, നല്ലൊരിതാണെന്ന് കാണുന്നില്ല. പിന്നെ AI ആണ്. നമ്മൾ എങ്ങനത്തെ ട്രിപ്പ് എടുക്കുന്നോ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ ലോക്കൽ ട്രിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ട്രിപ്പുകൾ മാത്രമേ അടിയുള്ളൂ. അതായത് 120, 200 വരുന്ന ട്രിപ്പുകൾ ഒരു 3-4 പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ട്രിപ്പേ അടിയുള്ളൂ. ലോങ് ട്രിപ്പ് നമുക്ക് അടിയില്ല. അപ്പൊ നമ്മൾ അധികം ലോങ് ട്രിപ്പ് ഒക്കെ എടുത്താൽ ലോക്കൽ ട്രിപ്പ് അടിയില്ല. അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് മാക്സിമം എടുക്കുക. നമുക്ക് ലാഭമുള്ളത് നോക്കിയിട്ട് കിലോമീറ്ററിന് 3 കിലോമീറ്ററിനൊക്കെ 120-140 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ട്രിപ്പുകൾ നോക്കിയെടുക്കുക. അപ്പൊ നമുക്ക് അങ്ങനത്തെ ട്രിപ്പുകളായിരിക്കും അധികം അടിക്കുക. പിന്നെ നല്ല കസ്റ്റമർ, അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാത്രി കാലങ്ങളിൽ റേറ്റിംഗ് കുറഞ്ഞ ട്രിപ്പുകൾ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ഇൻട്രസിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും റേറ്റിംഗ് കുറഞ്ഞ ട്രിപ്പുകൾ എടുക്കരുത്. അപ്പോൾ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ കാണിക്കും. നമുക്ക് ട്രിപ്പ് അടിയുമ്പോൾ തന്നെ കസ്റ്റമർ റേറ്റിംഗ് കാണിക്കും. അപ്പം ഇത് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ പോലും കസ്റ്റമർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, വിളിക്കുക. അതിനകത്ത് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിളിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുക, സാർ എങ്ങോട്ടാണ് വരേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ ഏതെങ്കിലും ലാംഗ്വേജ് പറഞ്ഞു അവർക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ളൊരു വർത്താനോ, അവൻ മലയാളിയാണോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തെളിവാക്കുകൾ പറയും, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ ട്രിപ്പ് അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുക. ഞാൻ ഇതിനുവേണ്ടി പറയുന്നല്ല, അതിന് ഒരുപാട് ആൾക്കാരും ഇങ്ങനത്തെ ഇതിൽ പോയി പെടണ്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പൊ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതേപോലത്തെ ഇതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു സംശയം അടിച്ചു, നിങ്ങളുടെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഒരു സംശയം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുക. പിന്നെ വണ്ടിക്ക് മൈലേജ് കിട്ടാനുള്ള വേറൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീന്റെ ടയറിന്റെ എയർ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വണ്ടീന്റെ ടയറിന്റെ എയർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. കാര്യം ഏകദേശം പമ്പിലും ഇപ്പോൾ ടയറിന്റെ എയർ ചെക്ക് ചെയ്യുന്നത് ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എയർപോർട്ട് ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശ സ്ഥലങ്ങളിലും ടയർ ഇട തന്നെ ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ പമ്പിലും CNG അടിക്കാൻ കയറിയാലും അവിടെ കയറിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വണ്ടീന്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യുക, എയറിൽ നിന്ന് ലെവലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ AC ട്രിപ്പുകൾ എടുത്ത് പോവുകയാണെങ്കിൽ മാക്സിമം AC ട്രിപ്പ് അവർ കസ്റ്റമർ പറയണമെങ്കിൽ AC ഓൺ ആക്കുക, അല്ലെങ്കിൽ AC ഓഫ് ആക്കിയിടുക. രാത്രി കാലങ്ങളിലൊന്നും AC ന്റെ ആവശ്യമേ വരില്ല. അവർ പറയണമെങ്കിൽ മാത്രം AC ഓൺ ആക്കിയിടുക.